മണ്ഡലത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ചുമതലയുള്ള ശ്രീ ആർ ശശിധരൻ, KPCCയുടെ നിയന്ത്രണായ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ സലീം കുര്യാക്കോസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ AC ആൻ്റണി, പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ, പ്രിയപ്പെട്ട നേതാക്കൾ ശ്രീ തണ്ണിമുക്ക ശിവശങ്കരൻ, ശ്രീ സദാശിവൻ നായർ, ശ്രീ മാത്യു കൊല്ലാറ, AB കമലം ഉൾപ്പെടെയുള്ള എത്രയും സ്നേഹനിധികളായ നേതാക്കളെ, മുതിർന്ന മണ്ഡല പ്രസിഡന്റുമാർ അടക്കമുള്ളവർ വേദിയിലുണ്ട്, ഗോപിയന്മാരുണ്ട്, മറ്റ് പല ഭാരവാഹികളായിട്ടുള്ള നേതാക്കളുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള മുൻ പഞ്ചായത്ത് മെമ്പർമാരും ആയിട്ടുള്ള നേതാക്കളുണ്ട്, നേതാക്കളെ സഹപ്രവർത്തക സുഹൃത്തുക്കൾ. നമ്മളൊരു പൊതുയോഗമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു തരത്തിലുള്ള യോഗമോ ആയിട്ടല്ല ഈ പരിപാടി നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി പഞ്ചായത്ത് തലത്തിൽ നമുക്ക് 2-3 മണ്ഡല കമ്മിറ്റികൾ ഇപ്പോൾ നിലവിലുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2010 ഞാൻ DCC പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് അതിന് 2 മണ്ഡല കമ്മിറ്റികളായി രൂപാന്തരപ്പെടുത്തിയത്. അത് നമ്മൾ കൂടുതൽ സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് 2 മണ്ഡലത്തിൽ ആദ്യം 2 മണ്ഡലങ്ങളിൽ പെടുന്ന ഒന്നാണ് തണ്ണീർമുക്കം, രണ്ടാമത്തേത് വാണാവളി, മൂന്നാമത്തേത് വാണാവളി കഴിഞ്ഞാൽ തണ്ണീർമുക്കം വാണാവളി കഴിഞ്ഞാൽ മൂന്നാമത്തെ തെക്കൻ ഭാഗത്തേക്കാണ്. നിങ്ങൾ അതിനെ ഒരു വളരെ ഗൗരവതരമായി കാണേണ്ടത് ആ 2 ഘട്ടം നമുക്ക് ഈ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ആര്യാട് പഞ്ചായത്ത് 3 പഞ്ചായത്തുകൾ നമ്മൾ ഭരണത്തിൽ വരാനാണ്. വാണാവള്ളിക്കാരൻ രാജേഷയുടെ അവിടെ ആവേദിക്കുന്നു. വാണാവള്ളി ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മൾ അധികാരപ്പെടുന്നത്. തണ്ണീർമുക്കം അതായിരുന്നില്ല, അദ്ദേഹത്തെ ഒരു ഘട്ടമുണ്ട്. പക്ഷേ ആര്യാട് അതല്ല. വാണാവള്ളിയുടെ ചരിത്രത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിന്ന് മാറി 2 മേഖലയായി തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ഈ പെൻഷനേഴ്സ് അസോസിയേഷനിൽ ജില്ലാ പ്രസിഡന്റ് പുറകെ കണ്ടില്ല. സോറി. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നതിൻ്റെ ഗുണം നമ്മൾ അനുഭവിച്ചു. തുറവൂർ ഗ്രാമപഞ്ചായത്ത് നമ്മൾ അതും അങ്ങനെയായി. പിന്നെ അതിനുശേഷം പല ഗ്രാമപഞ്ചായത്തുകളിലേക്കും നമുക്ക് പഠനത്തിലേക്ക്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് മണ്ഡല കമ്മിറ്റികൾ 2-3 മാറ്റി. കായംകുളത്ത് 2 മണ്ഡല കമ്മിറ്റികൾ 3 മണ്ഡല കമ്മിറ്റികളാക്കി. ഒന്ന് ചെട്ടികുളങ്ങര, മറ്റൊന്ന് പത്തിയൂർ. പക്ഷെ പത്തിയൂരിലെയും ചെട്ടികുളങ്ങരയിലെയും ഇപ്പോഴത്തെ അവസ്ഥ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ ചെട്ടികുളങ്ങരയിൽ 3-ാം സ്ഥാനത്ത്, നമ്മൾ പത്തിയൂരിൽ 3-ാം സ്ഥാനത്ത്. ഇത് ഗൗരവമായി നിങ്ങൾ കാണണം. അപ്പോൾ ഞാൻ ഈ ആമുഖമായി ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഗൗരവതരമായ അവസ്ഥ നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. നമുക്ക് ഇന്നത്തെ ഈ യോഗം, ഈ തരത്തിലുള്ള കൂടിച്ചേരൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സജ്ജമാകുന്ന ഒരു പാർട്ടിയായി നമുക്ക് മാറണം. മാത്രമല്ല, ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് 2025 ഡിസംബർ മാസത്തിന് മുമ്പ് നടക്കും. കഴിഞ്ഞ തവണ ഡിസംബർ ആണ്, അത് ഇച്ചിരി നീട്ടി വെച്ചതാണ്. ചിലപ്പോൾ അതൊന്നുകൂടെ അഡ്വാൻസ് ചെയ്യും. എന്തുമാകട്ടെ, ഡിസംബർ മാസത്തിന് മുമ്പ് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മിഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ KPCC തലത്തിൽ മുതിർന്ന മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ചുകൂടി നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ശ്രീ KC വേണുഗോപാൽ പൂർണ്ണമായി ആഖ്യാപിക്കുന്നത്, ശ്രീമതി ദീപാദാസ് മുൻഷി
പൂർണ്ണമായി നമ്മുടെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ കൂടാതെ സ്റ്റേറ്റിന്റെ